നമസ്കാരം. ബിജെപിയിലെ അഴിമതി ആരോപണമാണ് ഇന്ന് ചർച്ച. മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകി ബിജെപി നേതാക്കൾ 5.5 കോടി രൂപ കോഴ വാങ്ങി എന്ന വാർത്ത വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു നേതാവിനെ പാർട്ടി പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. അത് മതിയോ? ബിജെപിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ വ്യാജമോ? ഇക്കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കോഴക്കുരുക്കിൽ സംസ്ഥാനത്തെ ബിജെപി. മെഡിക്കൽ കോളേജ് അഴിമതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് വിജിലൻസ് ഡയറക്ടർ. ആരോപണം തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം നിർത്തുമെന്ന് രമേശ്. ഗൂഢാലോചനയെന്ന് RS വിനോദ് പാർട്ടിയിൽ നിന്ന് പുറത്ത്. നഴ്സുമാർക്ക് നീതി. നഴ്സിംഗ് സമരം തീർന്നു. കുറഞ്ഞ വേതനം 20,000 രൂപ. ഒത്തുതീർപ്പ് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ. സുപ്രീം കോടതി ഉത്തരവ് പാലിക്കാൻ ധാരണ. രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതി. രാംനാഥിന് ലഭിച്ചത് 66.5% വോട്ട്. ഗോവയിലും ഗുജറാത്തിലും കോൺഗ്രസിന് വോട്ട് ചോർച്ച. വിവേചനരഹിതമായി പ്രവർത്തിക്കുമെന്ന് രാംനാഥ് കോവിന്ദ്. സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. പാർട്ടിക്കാരെല്ലാരെയും അറിയിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു വാർത്ത എനിക്കാരെല്ലാരും എങ്ങനെയാണ് അറിഞ്ഞു ഞാൻ അറിയാത്തത്. ആത്മഹത്യക്ക് ശ്രമിച്ച സ്ത്രീയുടെ സഹോദരനുമായുള്ള M. വിൻസെന്റ് MLA സംഭാഷണം ന്യൂസ് 18. വിവരം പുറത്തുവന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് MLA. ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ കുടുംബ പ്രശ്നമെന്ന് മൊഴി നൽകാനും നിർദ്ദേശം. MLAക്കെതിരെ പീഡനത്തിന് കേസ്. നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യ സൂത്രധാരൻ ദിലീപ് തന്നെയെന്ന് സർക്കാർ അഭിഭാഷകൻ. ദിലീപിനെ ബന്ധിപ്പിക്കാൻ തെളിവില്ലെന്ന് അഡ്വക്കേറ്റ് രാംകുമാർ. ജാമ്യഹർജി വിധി പറയാൻ മാറ്റി. സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. വനിതാ ലോകകപ്പിൽ ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിലേക്ക്. ഹർമൻപ്രീത് കൗറിന് സെഞ്ചുറി. മഴ മൂലം മത്സരം 42 ഓവറാക്കി ചുരുക്കി. കോഴ വാങ്ങിയത് ഏതൊക്കെ നേതാക്കൾ? കേരളത്തിലെ മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിൽ ലോക്സഭ സ്തംഭിച്ചു. കേരളത്തിൽ നിന്നുള്ള ഇടത് കോൺഗ്രസ് MPമാർ സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചതിനെ തുടർന്ന് 2 തവണ നിർത്തിവെച്ച ശേഷം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് MPമാർ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജ് അനുമതിക്കായി സംസ്ഥാന BJP നേതാക്കൾ കോഴ വാങ്ങിയ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് MP രാജേഷ് MPയും സംസ്ഥാനത്തു നിന്നുള്ള ചില കോൺഗ്രസ് MPമാരും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതോടെ സംസ്ഥാനത്തു നിന്നുള്ള ഇടത് കോൺഗ്രസ് MPമാർ ബഹളവുമായി നടുത്തളത്തിലിറങ്ങുകയായിരുന്നു. ബഹളത്തെ തുടർന്ന് ആദ്യം 11:30 വരെയും പിന്നീട് 12 മണി വരെയും സഭ നിർത്തിവെക്കേണ്ടി വന്നു. 12 മണിക്ക് സഭ സമ്മേളിച്ചപ്പോൾ മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിൽ പ്രധാനമന്ത്രി തന്നെ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം തുടർന്നു. ഇവർക്കൊപ്പം കർഷക ആത്മഹത്യ ഉയർത്തി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് MPമാരും പ്രതിപക്ഷാംഗങ്ങളും സഭയുടെ നടുത്തളത്തിലിറങ്ങിയതോടെ സഭ ഇന്നത്തേക്ക് നിർത്തിവെച്ചു. ഇതിനിടെ പാർലമെന്ററി കാര്യമന്ത്രി അനന്ത്കുമാർ കോഴ വിവാദം സംബന്ധിച്ച് MP രാജേഷ് MPയോട് വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. കോഴ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അഴിമതിയുടെ ഒരു അറ്റം മാത്രമാണെന്നും വരും ദിവസങ്ങളിലും പ്രധാനമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് കോഴ വിവാദം സഭയിൽ ഉന്നയിക്കുമെന്നും സംസ്ഥാനത്തുള്ള MPമാർ അറിയിച്ചു. TJ ശ്രീലാൽ, ന്യൂസ് 18, ഡൽഹി. തനിക്കെതിരായ ആരോപണം തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം നിർത്തുമെന്ന് MT രമേശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെഡിക്കൽ കോളേജ് പോയിട്ട് ഒരു നഴ്സറി സ്കൂൾ പോലും അനുവദിപ്പിക്കാൻ കഴിവില്ലാത്തയാളാണ് താൻ. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണ്. ഭൂമി മലയാളത്തിലെ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും MT രമേശ് കൊച്ചിയിൽ പ്രതികരിച്ചു. ഒരു നഴ്സറി സ്കൂൾ പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാനെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ വിഷയത്തിൽ എവിടെയെങ്കിലും ഞാൻ ഇടപെട്ടിട്ടില്ല. ഇതൊരു വസ്തുത. ഇവിടെ പരാമർശിക്കപ്പെട്ട 2 വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, തിരുവനന്തപുരത്തെ ഒരു മെഡിക്കൽ കോളേജിന് അനുവാദം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പണം കൊടുത്തു എന്നും കൈപ്പറ്റി എന്നുമൊക്കെയുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജിൻ്റെ ഉടമസ്ഥരെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ കാണുകയോ എനിക്കവരെ അറിയുകയില്ല. ഒരു തരത്തിലുള്ള വ്യക്തിപരിചയം പോലും ഇല്ലാത്തവരാണ് ആ മെഡിക്കൽ കോളേജിൻ്റെ ഉടമകൾ. ആ ഉടമയുടെ പേര് പോലും പത്രവാർത്തകളിൽ നിന്നാണ് ഞാൻ അറിയുന്നത്. ഈ ചർച്ചകളിൽ പങ്കെടുക്കാനായി ശ്രീ NK പ്രേമചന്ദ്രൻ ഡൽഹി സ്റ്റുഡിയോയിലുണ്ട്.
ശ്രീ കെ വരദരാജൻ CPM നേതാവ് കൊല്ലം സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ ചേരും. കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കൊച്ചിയിലുണ്ട്. ഇപ്പോൾ പുറത്താക്കപ്പെട്ട BJP നേതാവ് ശ്രീ RS വിനോദ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ NK പ്രേമേന്ദ്രൻ, കേരളത്തിലെ വിഷയമാണ്. കേരളത്തിൽ മെഡിക്കൽ കോളേജ് അനുമതി വാങ്ങിത്തരാം എന്ന് പറഞ്ഞാണ് സംസ്ഥാന നേതൃത്വവുമായി ബന്ധമുള്ള ആളുകൾ, സംസ്ഥാന നേതൃതലത്തിലെ ആളുകളിൽ നിന്ന് ആളുകൾക്ക് പണം കൊടുത്തത്. ഇത് ലോക്സഭയ്ക്കകത്ത് ഉന്നയിക്കേണ്ടി വന്നത് ഏത് സാഹചര്യത്തിലാണ്? അത്രമേൽ പ്രധാനപ്പെട്ട പ്രമാദമായിട്ടുള്ള അഴിമതി ആരോപണവും വിഷയവുമാണോ ഇത്? ഇത് കേരളത്തിലെ ഒരു പ്രാദേശിക പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാന നേതാക്കൾ മാത്രം ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണമായിട്ടോ ഇതിനെ പരിമിതപ്പെടുത്തണ്ട. നമുക്കറിയാം, ഇതിനു മുമ്പും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലും മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി തന്നെ ഇടപെടുകയും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ CBI അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിലിലാകുകയും ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ജസ്റ്റിസ് ലോധ കമ്മിറ്റിയുടെ സൂപ്പർവൈസറി മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചത്. ഇവിടെ ഇപ്പോൾ BJPയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിന്റെയും അന്വേഷണ റിപ്പോർട്ടിന്റെയും വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായി ബോധ്യപ്പെടുന്നു. മെഡിക്കൽ കൗൺസിലുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി ലഭ്യമാക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നടക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ BJPയുടെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് പോലും PR വിനോദ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുന്നു. മെഡിക്കൽ കൗൺസിലുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ളത് തർക്കരഹിതമായിട്ടുള്ള വസ്തുതയാണ്. ആ അഴിമതി ആരോപണത്തിൽ ആർക്ക് പങ്ക് എന്നതിനെ സംബന്ധിച്ചാണ് അന്വേഷിക്കേണ്ടത്. ഞാൻ ആരുടെയും പേര് ഈ കാര്യത്തെ സംബന്ധിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു, BJP രാജ്യം ഭരിക്കുമ്പോൾ മെഡിക്കൽ കോളേജുകൾ ഇപ്പൊ തന്നെ കേരളത്തിൽ മാത്രമല്ല, കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമായി ഈ 3 വർഷ കാലയളവിനുള്ളിൽ നിരവധി പുതിയ മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളിന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടത് മെഡിക്കൽ കൗൺസിലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഈ ആരോപണത്തെ സംബന്ധിച്ച് സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണമോ അല്ലെങ്കിൽ മറ്റു ഉന്നത തലത്തിലുള്ള അന്വേഷണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് സഭാ നടപടികൾ തന്നെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷാംഗങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇന്ന് പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. നിർഭാഗ്യവശാൽ കർഷക സമരവുമായി ബന്ധപ്പെട്ട്, കർഷക പ്രശ്നവുമായി ബന്ധപ്പെട്ടും ശക്തമായി വിഷയമായി സഭയിൽ ഉയർന്നതുകൊണ്ട് തന്നെ ആ പ്രശ്നം സഭയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വികാരം ഈ കാര്യത്തിലുള്ള അഴിമതി വിരുദ്ധമായിട്ടുള്ള ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ അഴിമതിക്കെതിരായി നടപടി വേണമെന്നുള്ള ആവശ്യം സഭയുടെ ശ്രദ്ധയിൽ രേഖയിലുണ്ടായില്ലെങ്കിൽ പോലും കൊണ്ടുവരാൻ ഇന്ന് പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. അതിനുശേഷമാണ് BJPയുടെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നത്. അപ്പോൾ അൺഡിസ്പ്യൂട്ടഡ് ഫാക്റ്റാണ്, അവിതർക്കിതമായിട്ടുള്ള സംഗതിയാണ്. അഴിമതി നടന്നിട്ടുണ്ട്. അഴിമതിക്കാരല്ലെങ്കിൽ ഇതിൽ ആരൊക്കെയാണ് പണം പറ്റിയത്, ഏത് കേന്ദ്രത്തിന്റെ നിർദ്ദേശമനുസരിച്ച് എവിടെയാണ് കൊടുത്തത് എന്നതൊക്കെ തെളിയണമെന്നുണ്ടെങ്കിൽ സമഗ്രമായിട്ടുള്ള ജുഡീഷ്യൽ തലത്തിലുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ അനിവാര്യമാണ്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം ശ്രീ പ്രേമേന്ദ്രൻ താങ്കളിലേക്ക്. ശ്രീ വരദരാജൻ, അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകും എന്ന് ഇതിനകം തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വ്യക്തത ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ BJP ഇക്കാര്യത്തിൽ അന്വേഷിക്കാൻ, പരാതി കിട്ടിയപ്പോൾ തന്നെ അന്വേഷിക്കാൻ സമിതിയെ വെക്കുകയും സമിതി അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് പരസ്യമായ സാഹചര്യത്തിൽ അവർ അതിന്മേൽ പ്രാഥമികമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഈ RS വിനോദിനെ പാർട്ടിയിൽ നിന്ന്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പക്ഷേ നിർത്തിയാൽ മതിയോ? അവിടെ വെച്ച് നിർത്തിയാൽ മതിയോ? ഇല്ല, ഇപ്പോൾ ഈ റിപ്പോർട്ട് തന്നെ മാസങ്ങളായി BJPയുടെ അഖിലേന്ത്യാ സംസ്ഥാന അധ്യക്ഷന്റെ കയ്യിലിരിക്കുകയാണ്. നേരത്തെ വന്ന ഒരു പത്രവാർത്ത അനുസരിച്ചാണെങ്കിൽ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി യോഗം വിളിക്കുകയും സംസ്ഥാന അധ്യക്ഷൻ മുങ്ങി നടക്കുകയും ചെയ്യുകയും ആ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു. അഴിമതിക്കാരനെ സംരക്ഷിക്കുന്നത് നടപടിയാണ് നേതൃത്വം സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ BJPയിലെ തന്നെ ചില ആളുകൾ ചോർത്തിക്കൊടുത്തതാണ്
ആ റിപ്പോർട്ടിലെ പ്രസക്തമായ ഭാഗങ്ങളെന്നുള്ളതാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അഴിമതി നടത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് അഴിമതിക്കാരനെ സംരക്ഷിക്കുക എന്നുള്ള പ്രശ്നം. ഇവിടെ ഇത് ചോർന്നില്ലായിരുന്നുവെങ്കിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനേ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അഴിമതി നടത്തിയതിൻ്റെ പിന്നിൽ ഇന്ന് പുറത്താക്കപ്പെട്ട വിനോദ് മാത്രമാണോ ഉള്ളത് എന്ന കാര്യം വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. കാരണം ഇത്തരമൊരു റിപ്പോർട്ട് വന്നിട്ട് അത് പുറത്തെടുക്കുകയോ ചർച്ച ചെയ്യുകയോ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്യാതിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നമ്മൾ BJP അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്നവരാണ് എന്നെല്ലാമുള്ള ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ബംഗാരു ലക്ഷ്മണ കാശെണ്ണി വാങ്ങിക്കുന്നത് കണ്ടവരാണ് നമ്മൾ. യാതൊരു തരത്തിലും അഴിമതിക്ക് അതീതരല്ല എന്ന് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം അടക്കമുള്ള ആളുകൾ ഇതിനകം തന്നെ തെളിയിച്ചിട്ടുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് BJP എന്തോ റിപ്പോർട്ട് പുറത്തു വന്നു, ഉടനെ തന്നെ നടപടിയെടുത്തു എന്നെല്ലാമുള്ള വാദങ്ങളൊന്നും ഉന്നയിക്കുന്നതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. വലിയ ഗുരുതരമായ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. 5,60,00,000 രൂപ ഒരു കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാരംഭമായിട്ടുള്ള ഫസ്റ്റ് ഗഡുവായി വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ MD രമേശിൻ്റെ ഒരു സംസാരം ഇവിടെ കേൾപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു നഴ്സറി സ്കൂൾ പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത ആളാണെന്നാണ്. അദ്ദേഹം ഈ കേരളത്തിലെ BJPയുടെ ഇന്ത്യയിലെ തന്നെ BJPയുടെ വലിയ നേതാവാണെന്നുള്ള ഭാവനയിലാണല്ലോ അദ്ദേഹം നടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നതൊന്നും ഇല്ല എന്നാണ്. മുമ്പ് BJPയുടെ ഭരിച്ചിരുന്നപ്പോൾ പെട്രോൾ പമ്പുകൾ വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെ കോഴയായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. പെട്രോൾ പമ്പുകൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പ്രാദേശികമായി കോഴ വാങ്ങിച്ച ആളുകൾക്ക് പെട്രോൾ പമ്പ് അനുവദിച്ചു കൊടുത്തത് സംബന്ധമായ ഒട്ടേറെ ആക്ഷേപങ്ങൾ അന്ന് ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അധികാരം കയ്യിൽ കിട്ടിയാൽ ഇത്തരത്തിൽ കിട്ടാവുന്ന ഏത് മാർഗം ഉപയോഗിച്ചും പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് BJPയുടെ അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മുൻകാല അനുഭവങ്ങൾ തന്നെയാണ്. തീർച്ചയായും ഞാൻ തിരിച്ചു താങ്കളിലേക്ക്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ആക്ഷേപങ്ങൾ ശരിയായതാണല്ലോ എന്ന് തോന്നലുണ്ടാക്കുന്ന ഇടപെടലുകളാണ് ഈ പാർട്ടിയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പറഞ്ഞ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന നേതാക്കൾ MT രമേശ് അടക്കമുള്ള ആളുകൾ വന്ന് വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ച് പോയി. RS വിനോദ് എന്ന താരതമ്യേന താഴെ തലത്തിലുള്ള നേതാവിനെ, സംസ്ഥാന നേതാവാണെങ്കിൽ തന്നെയും ഇപ്പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ കൂട്ടത്തിൽ വരുന്ന ആളല്ല, അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന തരത്തിൽ സാധാരണഗതിയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി BJP നേതാക്കൾ നടത്തുന്ന ക്ഷിപ്രമായ പ്രതികരണങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളിലും മറ്റെല്ലാ പാർട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളാണ് ഞങ്ങൾ എന്ന ആത്മവിശ്വാസത്തോടെയും അമിതമായ ആത്മവിശ്വാസത്തോടെയും വന്ന് എല്ലാ കാര്യങ്ങളിലും പ്രതികരണം നടത്തുന്ന ഈ നേതാക്കൾ ഈ വിഷയത്തിൽ സംസാരിക്കാനേ തയ്യാറായിട്ടില്ല. ഇപ്പോൾ തന്നെയും ടെലിഫോണിലൂടെ വിളിച്ചിട്ട് പോലും ആളുകൾ അധികം പേർ സംസാരിക്കാൻ തയ്യാറല്ല. നോക്കൂ, ഇത് ഏത് തരത്തിലുള്ള അപകടത്തിന്റെ സൂചനയാണ് നൽകുന്നത്? ഒന്ന്, ഈ റിപ്പോർട്ടിൽ നിന്ന് ഇങ്ങനെ കാണാം നമുക്ക്. ഈ RS വിനോദ് ഈ 5,60,00,000 രൂപ വാങ്ങി കുഴൽപ്പണമായിട്ട് എത്തിച്ചു കൊടുത്ത ഡൽഹിയിലെ സതീഷ് നായരിൽ നിന്ന് ഈ സമിതി മൊഴിയെടുത്തു. ആ മൊഴിയുടെ ഭാഗമായി ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ പണം വാങ്ങി മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി വാങ്ങിക്കൊടുക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ ഇത് എൻ്റെ ബിസിനസിന്റെ ഭാഗം മാത്രമാണെന്നും ഇതിനായി ഞാൻ ഉപയോഗപ്പെടുത്തുന്ന വ്യക്തികളെ പറ്റി പറയാൻ പറ്റില്ല എന്നുമാണ് നിലപാടെടുത്ത അദ്ദേഹം, ഈ സതീഷ് നായർ. താങ്കൾ ഇത്ര വലിയ തുകക്കുള്ള ഡീൽ ചെയ്യുന്നത് എന്തു ഉറപ്പിലാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഇത്തരം ഡീലുകളിൽ അഡ്വാൻസ് വാങ്ങി ചെയ്യാൻ കഴിയുന്നതല്ല, നല്ല ഉറപ്പും വിശ്വാസവുമുള്ള ആരുടെയെങ്കിലും ധൈര്യത്തിലാണ് കാര്യങ്ങൾ നടത്താറുള്ളത് എന്നുമാണ്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്, ഈ സമിതി അംഗങ്ങളായ KP ശ്രീശനും AK നസീറും നൽകി അവർക്ക് ബോധ്യപ്പെട്ടത് ശക്തരായ ആരോ ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നതാണ്. ഈ അന്വേഷണ സമിതിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക്, റിപ്പോർട്ട് തയ്യാറാക്കിയ ആളുകൾക്ക് തോന്നിയത്, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ശക്തരായ ആരോ ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആ പേര് പരാതിക്കാരൻ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ടും ഈ പറയുന്ന സതീഷ് നായർ അത് പറയാൻ കൂട്ടാക്കാത്തത് കൊണ്ടും ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് MT രമേശിനൊപ്പം പോലും നിൽക്കുന്നതല്ല, അതിനേക്കാൾ മുകളിൽ അതിശക്തരായിട്ടുള്ള ആളുകൾ ആരോ ഉണ്ട്. ഈ പണം വാങ്ങി ഈ കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കാം എന്ന് വിചാരിക്കാവുന്ന വിധത്തിൽ ഈ ഇടനിലക്കാരെ എത്തിക്കുന്ന ആരൊക്കെയോ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഈ ഏറ്റവും മുകൾ തട്ടിലുള്ള ഏറ്റവും ശക്തരായിട്ടുള്ള ആരോ ഭയന്നുകൊണ്ടാകണം ഈ BJP നേതാക്കൾ ചെറിയ നടപടിയെടുത്ത് മിണ്ടാതിരിക്കുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരു സംശയമില്ലല്ലോ, അത് തന്നെയാണല്ലോ ശരി. നിങ്ങൾ പറഞ്ഞത് ശരിയാണത്. ഇത് BJPയുടെ കേരളത്തിലെ നേതാക്കൾ ഇതിപ്പോൾ തുടങ്ങിയതല്ലത്. ഇത് ലാസ്റ്റ് NDA ഗവൺമെൻറ് വാജ്പേയിയുടെ കാലത്തുണ്ടായപ്പോഴും ഇതുപോലെ അവർക്ക് ഇവിടെ
MLA-മാരും മറ്റാൾക്കാരും ഇല്ലെങ്കിലും അവര് കേന്ദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ശുപാർശയ്ക്ക് പോകുന്ന കുറെ പേര് എറണാകുളത്തുണ്ടായിരുന്നു. അവര് പ്രത്യക്ഷത്തിൽ BJP-യുടെ നേതാക്കളല്ല, പക്ഷെ BJP-യുടെ ഉന്നത നേതാക്കന്മാരുമായി വളരെയേറെ ബന്ധം. അവർ വരുമ്പോൾ വൻകിട ഹോട്ടലിൽ താമസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കുറെ ആൾക്കാരാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോഴത് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നേ ഉള്ളൂ. ഒരു സംശയം വേണ്ട, BJP അഴിമതിരഹിത ഭരണമാണെന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ പോലും ആകെ ഒരു MLA ഉള്ള പാർട്ടി നടത്തിയതിന്റെ ചെറിയൊരു അംശമാണ് പുറത്തു വന്നിരിക്കുന്നത്. 100ഓളം മെഡിക്കൽ കോളേജിലാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സാങ്ഷൻ കൊടുത്തിട്ടുള്ളത്. ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ മെഡിക്കൽ കൗൺസിലിനെതിരായി സുപ്രീം കോടതി സ്ട്രിക്റ്റേഴ്സ് വന്നു. അങ്ങനെ CBI അന്വേഷണം നടത്തി അന്നത്തെ മെഡിക്കൽ കൗൺസിലിന്റെ ചെയർമാൻ ഉൾപ്പെടെ അകത്തായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മെഡിക്കൽ കൗൺസിലുമായി ബന്ധപ്പെട്ട് വലിയ അഴിവ് നടക്കുന്നതുകൊണ്ട് തർക്കമൊന്നുമില്ല. അതിൽ കേരളത്തിലെ BJP നേതാക്കൾ മാത്രമല്ല, അത് കേന്ദ്രത്തിലുള്ളവരുണ്ട് എന്നത് അവിതർക്കിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ജുഡീഷ്യൽ അന്വേഷണം വേണം, അല്ലെ CBI അന്വേഷണം വേണം. അതിന് ഇവർ തയ്യാറാവുക മാത്രമല്ല, ഇപ്പൊ കേൾക്കുന്നത് എന്താ, ഈ റിപ്പോർട്ടിനെ തള്ളിപ്പറയുകയാണ് BJP നേതാക്കൾ. അങ്ങനെ റിപ്പോർട്ടില്ല. ഇപ്പൊ ഞാൻ വേറൊരു ചാനലിൽ കേട്ടു ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ആ റിപ്പോർട്ട് അതാണെന്നുള്ള എന്താ ധൈര്യം എന്താണ്? അതിന്റെ അർത്ഥം ഇങ്ങനെ റിപ്പോർട്ട് ഇല്ലെന്ന് വരെ പറയാൻ BJP നേതാക്കൾ തയ്യാറാകും. അതുകൊണ്ട് ഇത് വലിയ കുംഭകോണമാണ്. താങ്കളിലേക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഈ റിപ്പോർട്ടിനെ തന്നെ തള്ളിക്കളയുകയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ RS വിനോദിനെ എന്തിനാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്? അല്ല, ഞാൻ ഈ റിപ്പോർട്ടിന്റെ ആധികാരികതയെ കുറിച്ച് സംസാരിച്ചത് എപ്പോഴാ? ഈ റിപ്പോർട്ട് നാളെ സാധാരണഗതിയിൽ പാർട്ടിയുടെ പ്രസിഡന്റ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷണ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് സീൽ ചെയ്ത കവറിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളത് ഡൊമിനിക് പ്രസന്റേഷൻ അറിയാഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കന്മാർക്ക് ഇത് അറിയാഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇത്രയും ആ രീതിയിൽ ഞാൻ പറയാൻ കാരണം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ റിപ്പോർട്ട് കോർ ഗ്രൂപ്പ് യോഗത്തിൽ നാളെ ചർച്ച ചെയ്യാനിരിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് പറഞ്ഞ സമയത്ത് അത് വിശ്വസിക്കാൻ എനിക്ക് സാധിച്ചില്ല. കാരണം എന്റെ പാർട്ടിയുടെ ഘടകം അല്ലെങ്കിൽ പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആരും അറിയാത്ത ഒരു വിഷയം അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോൾ എനിക്കറിയാത്ത വിഷയത്തിൽ ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞു. അത് നാളെ കോർ ഗ്രൂപ്പ് യോഗത്തിൽ ഒറിജിനൽ റിപ്പോർട്ട് മിസ്റ്റർ നസീറിന്റെ നേതൃത്വത്തിൽ സമർപ്പിക്കുന്ന നിമിഷം വരെ എന്റെ സ്റ്റാൻഡ് അത് തന്നെയാണ്. എങ്ങനെയാണ് ഈ രണ്ട് റിപ്പോർട്ടുകളും ഒന്നാണോ? നേരത്തെ ചാനലിൽ മിസ്റ്റർ നസീറിനോട് ചോദിച്ചല്ലോ, റിപ്പോർട്ടർ ചാനലിൽ ഒരു ചോദ്യം ചോദിച്ചു. നസീർ പറഞ്ഞത് ആ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപമല്ല, പക്ഷെ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഞാനും നസീറും ഒരുമിച്ചിരുന്ന വേദിയിൽ അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ശ്രീമാൻ ഡൊമിനിക് പ്രസന്റേഷൻ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത, താങ്കളുടെ പാർട്ടി നേതൃത്വം നൽകുന്ന UPA ഗവൺമെന്റിന്റെ കാലം പോലെ അല്ല ഈ കാലം. ശ്രീമാൻ നരേന്ദ്രമോദിയാണ് നാട് ഭരിക്കുന്നത്. 100 കോടി മേശപ്പുറത്ത് വെച്ചാലും ഒരു പ്രമാണിക്ക് മെഡിക്കൽ കോളേജ് കൊടുക്കുന്ന പാരമ്പര്യം BJP-യുടെ നേതൃത്വത്തിലുള്ള NDA അതാണ്. അങ്ങനെ ഒരു വിശ്വാസം താങ്കളുടെ പാർട്ടിയോട് ഉള്ളത് കൊണ്ടാണല്ലോ ആ പാർട്ടിയെ രാജ്യം ഭരിക്കാൻ ജനമേൽപ്പിച്ചു കൊടുത്തത്. ഈ രണ്ട് മുന്നണികളെക്കാൾ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെക്കാൾ അഴിമതി വിരുദ്ധരായിട്ടുള്ള ആളുകളാണ് ഇവർ എന്ന വിശ്വാസമുള്ള കുറെ ആളുകളാണല്ലോ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ അതിനെ അങ്ങോട്ട് മറിച്ചിടുന്ന തോതിലുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കുന്നു എന്നത് വസ്തുതയാണല്ലോ. ഈ നസീർ അദ്ദേഹം ഇത് റിപ്പോർട്ടിന്റെ ഭാഗമാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. ഒന്ന്, താങ്കൾക്കും അറിയാം, ഇതിപ്പോൾ താങ്കളൊരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാവ് എന്ന നിലയിൽ അവിടെ എത്തുന്നത് വരെ ഞാനിത് ഓണപ്പ് ചെയ്യില്ല എന്ന നിലപാട് പ്രശംസാർഹമാണ്. പക്ഷേ ഇത് അതിന്റെ ഭാഗം തന്നെയാണ് എന്ന കാര്യം ആ സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയ രണ്ടിൽ ഒരാളായിട്ടുള്ള നസീർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ഇതിന്മേൽ നടപടിയും ഉണ്ടായി കഴിഞ്ഞു. ഈ RS വിനോദ് പുറത്താവുകയും ചെയ്തു. അപ്പോൾ നമ്മളിതിനെ വിശ്വസിക്കേണ്ടതില്ല, അത് പാർട്ടിയുടെ നിലപാടാണ്. പക്ഷേ ഈ അഴിമതി, വലിയ തോതിൽ അഴിമതി വിരുദ്ധത പുറത്തു പറയുന്ന നിങ്ങൾ അഴിമതിക്കാരാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണിത് എന്ന പ്രതിപക്ഷാക്ഷേപത്തെ പൂർണ്ണമായി തള്ളിപ്പറയുക സാധ്യമാണോ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? ഞങ്ങൾ തള്ളി പറഞ്ഞില്ലല്ലോ. പക്ഷെ ഒറ്റ പോയിന്റ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. RS വിനോദ് തന്നെ പറയുന്നത് ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഇതെന്റെ ബിസിനസിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്ന് പറയുമ്പോ ബിസിനസ്സുകാരൻ രാഷ്ട്രീയക്കാരനായി BJP-ക്കകത്ത് നിന്ന് BJP നേതൃത്വത്തെ കരിവാരി തേക്കാൻ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനമുള്ളത് കൊണ്ടല്ലേ പരാതിക്കാരൻ വന്ന് ശ്രീമാൻ കുമ്മനം രാജശേഖരനോട് അറിയിച്ചപ്പോ പരമരഹസ്യമായി കോർ ഗ്രൂപ്പ് മെമ്പർമാർ പോലും അറിയാതെ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ പോലും അറിയാതെ, ഇന്ന് ആദരണീയനായിട്ടുള്ള ശ്രീ O രാജഗോപാൽ പറഞ്ഞല്ലോ, എനിക്ക് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിനെ കുറിച്ച്
അറിയില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? കോർ ഗ്രൂപ്പ് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെയേ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കൂ. ഒറ്റക്കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ റിപ്പോർട്ടിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നസീർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ചാനലുകളിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് മിസ്റ്റർ നസീർ, ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ പരാമർശിക്കപ്പെട്ട എല്ലാ പേരുകാരെ കുറിച്ചും കൃത്യമായിട്ടുള്ള അന്വേഷണം പാർട്ടി മാത്രം നടത്തണമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് എന്താ? ഞങ്ങൾ എന്താ പറഞ്ഞത്? MP രമേശ് എന്താ പറഞ്ഞത്? ഏത് അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാ. ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായിക്ക്, പോലീസ് അന്വേഷിക്കട്ടെ, വിജിലൻസ് അന്വേഷിക്കട്ടെ. അനുമോദിക്കാവുന്ന നിലപാടാണ് നിങ്ങളുടെ പാർട്ടി എടുക്കുന്നത്, താങ്കളടക്കമുള്ള ആളുകൾ എടുക്കുന്നത് അനുമോദിക്കാവുന്ന നിലപാടാണ്. സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനൊരു അന്വേഷണ സമിതിയെ വെക്കുന്നു, അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നു, ആ റിപ്പോർട്ട് ചോർന്നിട്ടാണെങ്കിലും വസ്തുതയാണെന്ന് വന്നതോടുകൂടി നടപടിയെടുക്കുന്നു, അക്കാര്യത്തെ സമ്മതിക്കുന്നു, മറ്റു കാര്യങ്ങൾക്ക് അന്വേഷണങ്ങളിലേക്ക് പോകട്ടെ എന്ന നിലപാടിനെയും അനുമോദിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിനകത്തുള്ള മറ്റു കാര്യങ്ങളുണ്ടല്ലോ, ഈ RS വിനോദിൽ നിൽക്കുകയില്ല ഇത് എന്നതിനുള്ള സൂചനകൾ ഈ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. ഇത്ര വലിയ തുകക്കുള്ള ഡീൽ ചെയ്യുന്ന എന്തുറപ്പിലാണ് എന്ന ഞങ്ങളുടെ ചോദ്യത്തിന്, ഈ സമിതിയുടെ ചോദ്യത്തിന്, ഉറപ്പും വിശ്വാസവുമുള്ള ആരുടെയെങ്കിലും ധൈര്യത്തിലാണ് കാര്യങ്ങൾ നടത്താറുള്ളത് എന്ന് അദ്ദേഹം മറുപടി നൽകി. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ശക്തരായ ആരോ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആ പേര് പരാതിക്കാരൻ പറഞ്ഞിട്ടില്ല, ഈ സതീഷ് നായരും പറഞ്ഞിട്ടില്ല. അത് പറയാൻ കൂട്ടാക്കത്തോട് ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല എന്നാണ് സമിതി റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ശക്തരായിട്ടുള്ള ആരോ ഉണ്ട് എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കകത്ത് ആരോ ഉണ്ട്. അത് MT രമേശ് ഒന്നുമല്ല. MT രമേശ് ഇക്കാര്യത്തിൽ കുറ്റം പറയാൻ ഇല്ലാത്തയാളാണ് എന്ന് തന്നെ വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട് സമിതി റിപ്പോർട്ടിൽ. MT രമേശിനും അപ്പുറത്തുള്ള ആരോ നേതാക്കൾ, ശക്തരായ നേതാക്കൾ ഇക്കാര്യത്തിന് വേണ്ടി കളിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. അത് ശ്രീ NK പ്രേമേന്ദ്രൻ ആന്ധ്രാപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലും അടക്കം ഈ മെഡിക്കൽ കോളേജ് അനുമതിക്ക് വേണ്ടി പണം ഒഴുകുന്നുണ്ട് എന്നുകൂടെ പറയുമ്പോൾ, ചേർത്ത് വെക്കുമ്പോൾ, നിങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മുതിർന്ന നേതാക്കൾ അഴിമതി നടത്തുകയാണ്, കോഴ വാങ്ങുകയാണ് എന്നതിനുള്ള തെളിവായി നാട്ടുകാർ കാണും. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അല്ല, നാട്ടുകാർ അങ്ങനെ കാണില്ല. കാരണം നാട്ടുകാരെ സംബന്ധിച്ചറിയാം ഏത് രാഷ്ട്രീയക്കാരനാണ് കേരളത്തിൽ അഴിമതി നടത്തി സമ്പാദിച്ച് കുന്നുകൂട്ടുന്നത് എന്നും ആരാണ് സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്നത് എന്നും ഒരു ആവറേജ് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താ? ഈ സതീഷ് നായരെ കുറിച്ചാണല്ലോ വേറൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തത്. മൻമോഹൻ സിംഗിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് ഈ നായർ എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിത് വിടുന്നില്ലെന്നേ. മാധ്യമ പ്രവർത്തകരെക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഈ വിഷയത്തിൽ ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങളുടെ പാർട്ടി ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രയും സുതാര്യമായി രാജ്യത്തിന്റെ ഭരണകൂടത്തെ നയിക്കുമ്പോൾ ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് പോലും സാധിക്കാതെ അവർ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഇത്തരം ഒരു ആരോപണം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഏത് തലത്തിലും മുന്നോട്ട് കൊണ്ടുപോയി ഇതിന്റെ മുഴുവൻ നാരായ പേരും ഞങ്ങൾ തന്നെ അറക്കും. കാരണം ഞങ്ങൾ 25 കൊല്ലവും 30 കൊല്ലവും പ്രവർത്തിച്ച, അതിനേക്കാൾ കൂടുതൽ പ്രവർത്തിച്ച ആളുകൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാര് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്പനേരം കൂടെ നിൽക്കണം ഞങ്ങൾക്കൊപ്പം. ശ്രീ NK പ്രേമേന്ദ്രൻ, അഭിനന്ദനാർഹമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അവരുടെ നിലപാടിൽ? എന്ന് വെച്ചാൽ ഈ പാർട്ടി സമിതിയെ വെച്ചു എന്നത് വസ്തുതയാണ്, സമിതി റിപ്പോർട്ട് പക്ഷഭേദമില്ലാതെ തയ്യാറാക്കിയെന്നത് വസ്തുതയാണ്. നമുക്ക് മുന്നിലുള്ള കാര്യങ്ങളിൽ പാർട്ടി വളരെ കൃത്യമായിട്ട് ഈ സമിതി എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് എന്നൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് അക്കാര്യത്തിൽ അഭിനന്ദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒപ്പം ഈ ആർജവം കാണുന്നില്ലേ, ഞങ്ങൾ അന്വേഷിച്ചു കൊള്ളാം എന്ന ആർജവത്തെ ആ രാഷ്ട്രീയ പാർട്ടി കാണിക്കുന്ന കൊള്ളാവുന്നൊരു നിലപാടായി കാണേണ്ടതല്ലേ? ആ പാർട്ടിക്ക് ഇതിനപ്പുറം എന്ത് പറയാൻ കഴിയും? കാരണം അവരുടെ സംസ്ഥാന സമിതി നിയോഗിച്ച സബ് കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ഈ വിഷയങ്ങൾ പരാമർശിക്കപ്പെടുന്നു. ആ പരാമർശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആവർത്തിച്ച് നിങ്ങളിവിടെ സൂചിപ്പിച്ച വിഷയം തന്നെയാണ്. ഇതിന്റെ പിന്നിൽ ശക്തരായിട്ടുള്ള ചില വ്യക്തികളുടെ അല്ലെങ്കിൽ കേന്ദ്രങ്ങളുടെ പിൻബലമുണ്ട് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള പ്രശ്നം. ഇത് MT രമേശ് എന്ന് പറയുന്ന വ്യക്തിയിലോ PR വിനോദ് എന്ന് പറയുന്ന ലൈസോൺ ഏജന്റിലോ നിലനിൽക്കുന്ന ഒരു വിഷയമല്ല. ഇതൊരു ബിസിനസ് സംരംഭം എന്നതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള അഴിമതി മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വരാൻ പോകുന്നു. അപ്പോൾ അവിടെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ അപ്പോൾ തന്നെ നേരത്തെ ബഹുമാന്യായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നാളെ നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഈ റിപ്പോർട്ട് ലഭ്യമായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗവും നാളെ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടും ഒന്നാണോ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് പോലും പറയാൻ കഴിയൂ എന്ന് പറയുമ്പോൾ അവർ പോലും അത് നിരാകരിക്കുന്നില്ല. അപ്പോൾ പകൽ പോലെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അന്വേഷണത്തിൽ തന്നെ
അഴിമതിയുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നതിൽ അഴിമതിയുണ്ട് എന്ന് വ്യക്തമായി തെളിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും, നാരായ വേരറുക്കുമെന്ന് പറയാനല്ലാതെ മറ്റെന്താ ഇവർക്ക് പറയാൻ കഴിയുന്നത്? പക്ഷെ അറുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ ശക്തമായി ഇടപെടുന്നില്ല? കാരണം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇടപെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ വളരെ വിശുദ്ധരാണ് എന്നുണ്ടെങ്കിൽ, ഒരു സംശയവുമില്ല എന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മെഡിക്കൽ കൗൺസിലുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഇതേവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല? ഇപ്പൊ BJPയുടെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഇവർക്ക് ഇത്രയും മെറ്റീരിയൽ എവിഡൻസ്, അവരുടെ തന്നെ റിപ്പോർട്ട്, അവർക്കെതിരായിട്ടുള്ള അവരുടെ തന്നെ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ BJPക്ക് മറ്റൊന്നും തന്നെ പറയാൻ കഴിയില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെയും സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തെ, ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ എന്ന നിലപാട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നുണ്ട് അവർക്ക്. ഈ പറയുന്ന കാര്യം ശരിയാണ്. ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായിട്ട് അവർ തള്ളുന്നില്ല. ഇങ്ങനെ ഒരു അഴിമതിയേ നടന്നിട്ടില്ല എന്ന നിലപാട് അവർ സ്വീകരിക്കുന്നില്ല. കുമ്മനം രാജശേഖരന്റെ പ്രസ്താവനയും ഫേസ്ബുക്ക് പോസ്റ്റായിട്ടും വന്നത് അദ്ദേഹം പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, അതായത് ഇത് പൂർണ്ണമായിട്ടുള്ള വസ്തുതകളല്ല മാധ്യമങ്ങൾ കൊടുക്കുന്നത് എന്നത് മാത്രമാണ്. അതായത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയല്ല. നാളെ കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്, അവരതിന്റെ നടപടികൾ സ്വീകരിക്കും. ഇന്നിപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലാണ് പന്ത്, അന്വേഷിക്കാം. വിജിലൻസ് അക്കാര്യത്തിൽ മുന്നോട്ട് വന്നിട്ടുമുണ്ട്. നോക്കൂ, അങ്ങനെ അന്വേഷിച്ചാലും ഈ RS വിനോദിലോ അല്ലെങ്കിൽ ചെറിയ ആളുകളിലോ മാത്രം നിൽക്കുന്നതാണ്. ഞങ്ങളുടെ പാർട്ടി ആകപ്പാടെ ഒരു കോഴ പാർട്ടിയും അഴിമതി നടത്തുന്ന പാർട്ടിയുമാണ് എന്ന് തെളിയിക്കാൻ ഒരു അന്വേഷണ സംഘത്തിനും സാധിക്കുകയില്ല എന്ന നിലപാട് വരുന്നത് താങ്കൾ കാണുന്നില്ലേ? അത് അവരുടെ ആർജവത്തെ വ്യക്തമാക്കുന്നതാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. എന്താണെന്ന് വെച്ചാൽ പിടി വീണ് കഴിയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാദമാണ്, ഏത് അന്വേഷണത്തെ നേരിടാം, ഏത് അന്വേഷണവും വന്നോളട്ടെ. അന്വേഷണം വന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണല്ലോ അറിയുന്നത്. ഏത് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്ന് പറയുന്നത് ഒരു സാധാരണ നിലയിലുള്ള തടിതപ്പാനുള്ള ഒരു പ്രയോഗം മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. ഈ മെഡിക്കൽ കൗൺസിലിന്റെ ഈ കാര്യം ചെയ്യാൻ ഈ കേരളത്തിൽ അധികാരമൊന്നുമില്ലല്ലോ. ഇത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒത്താശയോടെ, അവിടെയുള്ള ആളുകളുടെ പിൻബലത്തോടെ നടത്തുന്ന ഒരു അഴിമതിയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, വാർത്തകൾ വന്നിട്ടുണ്ടല്ലോ, കർണാടകത്തിൽ, ആന്ധ്രാപ്രദേശിൽ ഒക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജുകൾ, ഫാർമസി കോളേജുകൾ, മറ്റു കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ നടക്കുന്ന അഴിമതിയെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. ആ നിലയിൽ ഈ BJP അഴിമതി വിയുക്തരാണ്, ഞങ്ങളെ ആരോഗ്യം ചെയ്യും. അതിന്റെ ഞാൻ മുമ്പേ അവരുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ കുറിച്ചല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. പരസ്യമായി പൈസ എണ്ണി വാങ്ങിക്കുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ടു നടന്ന പാർട്ടിയാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നവരാണ് എന്ന്. ഇപ്പൊ നിങ്ങൾക്കറിയുമല്ലോ, രാഷ്ട്രീയ പാർട്ടികൾക്ക് 2000 രൂപയെ സംഭാവന കൊടുക്കാൻ പാടുള്ളൂ എന്ന് ആദ്യം തീരുമാനിക്കുകയും പിന്നീട് കോർപ്പറേറ്റുകളുടെ ലാഭവിഹിതത്തിന്റെ 7% രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്താൽ കണക്ക് കാണിക്കേണ്ടതില്ല എന്ന് നിയമം ഉണ്ടാക്കുകയും ചെയ്തത് ആർക്ക് പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ടാണ്? മുകേഷ് അംബാനിയെ പോലെ, അദാനിയെ പോലെയുള്ള വൻ കോർപ്പറേറ്റുകളിൽ നിന്നും കോടികൾ വാങ്ങിക്കാനുള്ള BJPയുടെ ഒരു കുതന്ത്രമല്ലേ ഈ നിയമനിർമ്മാണത്തിൽ വന്നത്? ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇതിനെല്ലാം ഒറ്റപ്പെട്ട സംഭവം മാത്രമായിട്ട് ഈ പറയുന്ന RS വിനോദ് എന്നൊരൊറ്റ നേതാവിലേക്ക് മാത്രം ചുരുക്കിയിട്ട് കാണാനാവുകയില്ല. ഇത് BJPക്ക് ഇപ്പറയുന്ന സംഗതികളെല്ലാം എന്താണത്? നോട്ട് നിരോധം തൊട്ടിങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്പണത്തെ ഇല്ലായ്മ ചെയ്യും എന്ന വളരെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. നോട്ട് നിരോധം എന്ന വലിയ പ്രഖ്യാപനം, രാജ്യം കണ്ടിട്ടില്ലാത്തത്ര വലിയ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം പോലും നിങ്ങളുടെ നേതാക്കൾക്ക് പോലും ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. പ്രാദേശിക നേതാക്കൾ കള്ളനോട്ടടിക്കുന്നു. ഈ പറയുന്ന RS വിനോദ് എന്ന നേതാവ് നിങ്ങളുടെ പാർട്ടി സമ്മതിക്കുന്നത് പ്രകാരം തന്നെ കോഴ വാങ്ങിയിട്ട് കുഴൽപ്പണമായിട്ട് മുകളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നോക്കൂ, അപ്പോൾ ഇത് പാർട്ടിയുടെ ആകെ തന്നെയും കുഴപ്പമാണ്, അല്ലാതെ ഒന്നോ രണ്ടോ വ്യക്തികളുടെ കുഴപ്പമല്ല എന്ന ആക്ഷേപം വലിയ തോതിൽ നിലനിൽക്കുകയാണ് ചെയ്യുക. നിങ്ങൾ എത്ര ആർജവവും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചാലും ഈ ചീത്തപ്പേര് അങ്ങനെ തന്നെ നിൽക്കും. നാട്ടുകാർ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അല്ല, ജനങ്ങൾക്കൊക്കെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മൂടി വെക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ചെയ്യാനും മുന്നോട്ട് പോകാനും സാധിക്കും. കാരണം ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കോർ ഗ്രൂപ്പിൽ അവതരിപ്പിച്ചിട്ടില്ല.
അവതരിപ്പിക്കാത്ത ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ഇങ്ങനെ ഒരു ചർച്ചയും നടക്കില്ല, ഞങ്ങൾ ആരും പ്രതികരിച്ചില്ലെങ്കിൽ. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ സുതാര്യമായി ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഞാൻ ചോദിക്കുന്നത്, ഇതിനു മുൻപ് കേരളത്തിൽ അഴിമതി ആരോപണങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. 374 കോടി രൂപയുടെ ലാവലിന്റെ അഴിമതി നടത്തിയ ആളാണ് പിണറായി എന്ന് പറഞ്ഞത് BJPയുടെ നേതാക്കളല്ല, മാത്രമല്ല അച്യുതാനന്ദന പറഞ്ഞത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ ഈ മറ്റൊരു പാർട്ടിയുടെ ഈ അഴിമതി കേസുകളെ കുറിച്ച് മുന്നോട്ട് വെക്കുമ്പോൾ, ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ വിശ്വസിക്കാമായിരുന്നു ഒരു വിഭാഗം നാട്ടുകാർക്ക്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അധികാരം കിട്ടിയത്. പക്ഷേ ഇപ്പോൾ അവരെക്കാൾ ഒട്ടും മികച്ചതല്ല നിങ്ങളുടെ പാർട്ടി എന്നതിനുള്ള തെളിവ് നിങ്ങൾ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിനെ തള്ളിക്കളയുക സാധ്യമല്ല. അപ്പോൾ ലാവ്ലിൻ കേസ് ചർച്ച ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്നത് നിങ്ങളുടെ ദുർബലാവസ്ഥയാണ് വെളിവാക്കുന്നത്. ഒരു വലിയ പാർട്ടി മനസ്സിലാക്കണം, ഒരു വലിയ പ്രസ്ഥാനം, അത് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്താണെങ്കിലും കോൺഗ്രസിനകത്താണെങ്കിലും അങ്ങനെ തന്നെ പറയാൻ സാധിക്കൂ. ഒരു വലിയ പ്രസ്ഥാനത്തിലെ 99% വരുന്ന നേതാക്കന്മാരും പ്രവർത്തകരും സത്യസന്ധരും സുതാര്യതയോടുകൂടി മുന്നോട്ട് പോകുന്നവരുമാണെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ തെറ്റ് ചെയ്താൽ അവനെ ഞങ്ങൾ ശിക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെ പാർട്ടിയിൽ നിന്ന് അതാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പാർട്ടിയിൽ നിന്ന് അപ്പോൾ തന്നെ പുറത്താക്കി. നിർത്തണമെന്നല്ല, ആരെ കുറിച്ച് വേണമെങ്കിലും അന്വേഷിച്ചോളാനാ പറഞ്ഞത്. അതാണ് ആ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നോക്കൂ, ഈ റിപ്പോർട്ട് പുറത്തു വന്നു, അത് പുറത്താകാൻ പാടില്ലായിരുന്നു, ചോരാൻ പാടില്ലായിരുന്നു. ഒരു പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നമാണ്. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നിലപാടും നടപടികളും ഒക്കെ പുറത്തേക്ക് വരാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് സംഭവിച്ചപ്പോൾ അത് ഒളിച്ചു വെക്കുകയല്ല ചെയ്തത്, ആ ആളെ പുറത്താക്കി കളഞ്ഞു. അതുകൊണ്ട് അക്കാര്യമെങ്കിലും സമ്മതിച്ചു കൊടുക്കണം അവർക്ക് വേണ്ടി. ആരാണ് ഈ RS വിനോദം എന്ന് പറയുന്ന ആള്? നേരത്തെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വേറെ ചാനലിൽ പറഞ്ഞ ഞാൻ കേട്ടു, അദ്ദേഹത്തിന് വലിയ BJP ബന്ധമില്ല, അദ്ദേഹം എന്തോ ഒരു ബിസിനസ് ബന്ധമില്ലെന്ന് ഒരു ചാനലിലും ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ ഇല്ലാത്ത കഥകൾ പറയരുത്. അല്ല, അതുപോലുള്ള ബിസിനസ്സുകാർ ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു ശ്രീമതി ശോഭാ. ഞാൻ പറഞ്ഞിട്ടുള്ളത് രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചും ഞങ്ങളുടെ കുമ്മനം രാജശേഖരന്റെ കൂടെ നടക്കുന്ന ഏതോ ഒരു നായർ, ആ സതീഷ് നായർ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചും പറഞ്ഞ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ രണ്ട് വ്യക്തിയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് പറയുന്ന വാക്കുകളിൽ നല്ല കൃത്യതയും നല്ല ബോധ്യവും. അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അതാണ് അവർ പറഞ്ഞത്. ഈ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇതേ പറയാൻ കഴിയൂ? എത്ര നാളായി ഈ അന്വേഷണം നടന്നിട്ട്? എത്ര മാസമായി റിപ്പോർട്ട് പുറത്തു വന്നില്ല? അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കകത്ത് പുറത്ത് ലീക്ക് ചെയ്ത് കൊടുത്തതല്ലേ പത്രങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക്? അതെന്താ സമ്മതിക്കാത്തത്? അതിന്റെ അർത്ഥം ഈ റിപ്പോർട്ട് പുറത്തു വരില്ല എന്ന് ഉറപ്പുള്ള ആരോ ആണ് ലീക്ക് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് ചർച്ച വന്നു. ഞാൻ പറയുന്നു, കേരളത്തിലെ വിജിലൻസ് അന്വേഷണം കൊണ്ട് തീരില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് കുഴൽപ്പണമായി ഡൽഹിയിലെത്തിയിട്ടുള്ളത്. ഡൽഹിക്കാർക്ക് ബന്ധമുണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു CBI അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 3 വർഷത്തിനകത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ IMA അംഗീകാരം കൊടുത്തിട്ടുള്ള, ഇന്ത്യൻ മെഡിക്കൽ അംഗീകാരം കൊടുത്തിട്ടുള്ള, മെഡിക്കൽ കൗൺസിൽ അംഗീകാരം കൊടുത്തിട്ടുള്ള ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം വേണ്ടി വരും. മാത്രമല്ല, മധ്യപ്രദേശിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇപ്പൊ മറന്നുപെട്ടല്ലേ? അവിടുത്തെ ഗവൺമെന്റിനെ പിടിച്ചുവിളിക്കാൻ മെഡിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനമായിരുന്നില്ല അത്. അപ്പൊ ഈ മെഡിക്കലുമായി ബന്ധപ്പെട്ട് BJP ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും എന്തോ ചീഞ്ഞു നാറുന്നു എന്നൊരു സംശയമില്ല. അതുകൊണ്ട് BJP ഇങ്ങനെ ഒരു സ്മോൾ ഫ്രൈയെ പുറത്തേക്കൊണ്ട് കാര്യം തീരില്ല. ഇത് ഇന്ത്യ ഗവൺമെന്റിനെ തന്നെ ഇവര് പറയുന്ന ഈ അഴിമതി വിരുദ്ധ പ്രതിച്ഛായല്ല, ഇവർക്കും പലർക്കും കൂട്ടുണ്ട് എന്ന് തെളിയണം. അത് തെളിയണമെന്നുണ്ടെങ്കിൽ സമഗ്ര അന്വേഷണം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. പാർലമെന്റ് പ്രൈം മിനിസ്റ്റർ റിപ്ലൈ പറയേണ്ടി വരും. അതിന് തയ്യാറാവോ? ആ ചോദ്യങ്ങളൊക്കെ മുന്നിലുണ്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഇത് പെട്ടെന്ന് വിട്ടുപോകുന്ന കേസല്ല. അല്ല, ആർക്ക് കളയണം, വിട്ടുകളയണം? ഇവരാണ് UPA ഗവൺമെന്റ് നാട് ഭരിക്കുന്ന സമയത്ത് പണപ്പെട്ടി സൂട്ട് കേസിനകത്ത് നിറച്ചു കൊണ്ടുപോയി കൊടുത്തവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അത് നിൽക്കില്ല, പാടങ്ങൾ വരെ അങ്ങനെ കൊടുത്തതാണ്. ആ ആക്ഷേപം നിൽക്കില്ല. ആ കാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഇതാണ്. നോക്കൂ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ആ കാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഇതാണ്. എന്ന് മാത്രമല്ല, ഇത് ഈ രാജ്യത്ത് ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഉണ്ടായിരുന്ന ശോഭയെ കെടുത്തുന്ന ഒരു സംഗതി ഇവിടെ നിന്ന് വന്നിരിക്കുന്നു നിങ്ങളുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. ഇതും ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. MT രമേശിന്റെ അടക്കമുള്ള പേര് അതിനകത്തുണ്ട്. ഈ പറയുന്നത്രക്ക് കുറ്റം പറയുന്നില്ലെങ്കിൽ തന്നെയും
ശ്രീമാൻ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളെ കുറിച്ചും ഞങ്ങൾക്കറിയാം. അത് അന്വേഷിക്കണമെന്ന് തന്നെയാണ് കേരള ഘടകം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിലെ പിടിക്കപ്പെട്ടു പോയതുകൊണ്ടാണ് എന്നാണ് ശ്രീ ഭരതരാജനും ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്നത്. പിടിക്കപ്പെട്ടു പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അത് ഡൊമിനിക് പ്രസന്റേഷൻ അല്ലല്ലോ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ, ഇത് BJP-യാ. ഈ BJP-ക്കകത്ത് ഞാൻ പറയട്ടെ, ഇവിടെ ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പബ്ലിക്കിന്റെ പണം അത് ആരെങ്കിലും ഒരാൾ കൈവച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പൊതു താല്പര്യ ഹർജികൾ കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം പറയുന്നത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്നത് കേട്ടാൽ വേറെ ഏതോ പാർട്ടിയുടെ നേതാക്കളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് തോന്നുമല്ലോ. പുറത്താക്കപ്പെട്ടിരിക്കുന്നത് BJP-യുടെ സംസ്ഥാന നേതാവാണ്. അമിത്ഷാ പറഞ്ഞൊരു കാര്യം മനസ്സിലാകാത്ത അദ്ദേഹത്തിനാണ്. BJP-ക്കകത്ത് പ്രവർത്തിക്കാനും ഇരിക്കാനും യോഗ്യതയില്ലെന്ന് തെളിയിച്ചത് കൊണ്ടാണ് അവനെ പുറത്താക്കിയിട്ടുള്ളത്. അതിനെ തുടർന്നുള്ള ശോഭാ സുരേന്ദ്രൻ ഇന്നലെ വന്ന് കയറിയ ആളല്ല, എത്രയോ കാലമായി പ്രവർത്തിക്കുന്ന നേതാവാണ്. നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ്, അഖിലേന്ത്യാ അധ്യക്ഷൻ എല്ലാവർക്കും ഈ പൊതുതാൽപര്യ ഹർജി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുമ്പോൾ ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിക്കകത്ത് ആരെങ്കിലും അത്തരത്തിൽ ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പൂമാലയിട്ട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല ഞങ്ങൾ. ഇപ്പോൾ ഇക്കാര്യം പുറത്തായതുകൊണ്ടല്ലേ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? ഇവിടെ സംഭവിച്ചത് എന്താണ്? മെഡിക്കൽ കോളേജ് അനുമതി വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് പണം കൊടുത്തു. ഈ പരിപാടി നടക്കാതെ പോയത് കൊണ്ടാണ് അവർ പരാതി കൊടുത്തത്. അതായത് അനുമതി കിട്ടിയില്ല, അവർക്ക് പ്രതിസന്ധി ഉണ്ടായതുകൊണ്ടാണ് പരാതിയായത്, അന്വേഷണമായത്, സമിതി റിപ്പോർട്ടായത്, പുറത്തായത്. അങ്ങനെ സംഭവിക്കാത്ത എത്രയോ സംഭവ വികാസങ്ങളുണ്ട്. ശ്രീ കെ സുരേന്ദ്രൻ തന്നെയും എഴുതി, സമീപകാലത്ത് കിട്ടിയ ഈ പറയുന്ന മെഡിക്കൽ കോളേജിന് അനുമതിയൊക്കെ പിന്നിൽ വലിയ കോഴ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെയും എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ. അപ്പോൾ നോക്കൂ, ഇതിനകം തന്നെ ഇങ്ങനെ പുറത്തേക്ക് വരാത്ത എത്രയെത്ര അഴിമതി പ്രശ്നങ്ങൾ നടന്നു, എത്ര പണമൊഴുകി. നിങ്ങൾ കള്ളപ്പണത്തിനും നോട്ട് നിരോധനത്തിന്റെ പേരിൽ നാട്ടുകാരെ വെയിൽ നിർത്തിയപ്പോഴും ഒക്കെ എത്രയെത്ര പാർട്ടി നേതാക്കളാണ്, താങ്കളുടെ പാർട്ടിയുടെ നേതാക്കളായിരിക്കണം, ചാക്കുകളിൽ പണം വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാവുക. ചാക്കുകളിൽ പണം വീട്ടിൽ കൊണ്ടുപോകാത്തത് കൊണ്ടാണല്ലോ മെഡിക്കൽ കോളേജിന് അനുമതി കിട്ടാതിരുന്നത്. 5 കോടിയിൽ പരം രൂപ കൊടുത്തിട്ടും മെഡിക്കൽ കോളേജിന് അനുമതി കിട്ടാതിരുന്നത് ഈ കാര്യം കേന്ദ്ര ഗവൺമെന്റിനിടയിൽ നടക്കില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. തെറ്റ് ചെയ്ത് ഇത് നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലല്ലോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നത്. ശ്രീമാൻ കുമ്മനം രാജശേഖരനാണല്ലോ കോർ കമ്മിറ്റി അംഗങ്ങൾ പോലും അറിയാതെ അന്വേഷണ കമ്മീഷൻ നിയമിച്ചത് ആണല്ലോ. അപ്പൊ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെയാണല്ലോ കണ്ടുപിടിക്കാൻ തീരുമാനമെടുത്തത്. ഒരു വ്യക്തി തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ വ്യക്തിയുടെ വീട്ടിൽ പോയിരുന്ന് ചർച്ച ചെയ്തിട്ട് ഈ കേസ് പുറത്തേക്ക് കൊണ്ടുവരരുത് എന്നല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇത്രയും സുതാര്യമായിട്ട് ഒരു പരാതിയെ കുറിച്ച് അന്വേഷിച്ച് അതിനൊരു രാഷ്ട്രീയ പാർട്ടി നടപടിയെടുത്തിട്ട് അതിനെ പോലും അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എന്താണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്? അത് മതിയായ പോയിന്റുകളാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഭരതരാജൻ, അത്രയുമെങ്കിലും ഉണ്ട്. അതായത് ഇതിപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടിയാണോ, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഇങ്ങനെ ഒരു സംഗതി അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് ഇക്കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകരുത്, ശക്തമായ നടപടിയെടുക്കണം, ചീത്തപ്പേരാകും എന്ന നിലപാടെടുത്തത് കൊണ്ടാണോ എന്നറിയില്ല. എങ്കിൽ തന്നെയും അവരിങ്ങോട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ പ്രസക്തമാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് പണം വാങ്ങിയിട്ട് പോലും അനുമതി ലഭിച്ചില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നമുണ്ടായത്. കുമ്മനം രാജശേഖരൻ നേരിട്ട് സമിതിയെ നിയോഗിച്ചല്ലോ, റിപ്പോർട്ട് വന്നല്ലോ, ആളെ പുറത്താക്കിയല്ലോ. അത്രയെങ്കിലും അവർ ചെയ്യുന്നുണ്ടെന്ന് കാണണ്ടേ? 5,60,00,000 രൂപ കോഴ കൊടുത്തിട്ട് കാര്യം നടക്കാതെ വന്നപ്പോൾ രേഖാമൂലം BJP-യുടെ നേതൃത്വത്തെ കണ്ട് പരാതി കൊടുത്തു. സ്വാഭാവികമായിട്ടും അത്രയൊരു പരാതി കൊടുത്തിട്ട് അന്വേഷിക്കാനോ നടപടി അതിനെന്തെങ്കിലും ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ ഈ പൈസ കൊടുത്ത ആളുടെ അത് പിന്നീട് പുറത്തു പറയുകയും അത് വലിയ പ്രശ്നമാവുകയും ചെയ്യുമെന്ന് അറിയാത്തവരല്ലല്ലോ BJP-യുടെ നേതൃത്വം. അതുകൊണ്ടാണ് അത് ഞങ്ങൾ അന്വേഷിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം എന്ന ഉറപ്പിന്മേൽ അദ്ദേഹത്തെ നിശബ്ദനാക്കിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് കയ്യിൽ കിട്ടി. മാസങ്ങളായിട്ടും അത് ചർച്ച ചെയ്തില്ല. ഇത് ചർച്ച ചെയ്യാൻ വെച്ച യോഗത്തിൽ നിന്നാണല്ലോ കുമ്മനം രാജശേഖരൻ മുങ്ങിയത്. അദ്ദേഹം ചെന്നില്ലല്ലോ. അതെല്ലാം പത്രങ്ങളിൽ വന്ന വാർത്തയാണല്ലോ. അതിനുശേഷമാണല്ലോ ഈ വാർത്ത ചോർത്തി കൊടുത്തത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നേരത്തെ ഇവിടെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതുപോലെ മധ്യപ്രദേശിൽ നടന്ന സംഭവത്തിൽ 19 ആളുകളാണ് മരിച്ചത്. 19 ആളുകൾ ദുരൂഹമായ സാഹചര്യത്തിൽ അവിടെ മരിച്ചു. ശ്രീ വിനോദിനടക്കമുള്ള ആളുകൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമായി വരും. അതല്ലെങ്കിൽ ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി തെളിവുകളല്ല നശിപ്പിക്കുക, വ്യക്തികളെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്തതെന്നുള്ളത് മധ്യപ്രദേശിൽ നമ്മുടെ മുമ്പിലെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗുരുതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ പറയുന്ന വാദങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. ഇത് ഇവിടം വരെ എത്തിയ സാഹചര്യത്തിൽ ഇപ്പോൾ
ഇതിനെ സംബന്ധിച്ചുള്ള വാദങ്ങൾ ഉന്നയിച്ച് ഞങ്ങൾ ഇങ്ങനെ അത് ചെയ്തുകളെയും ഇത് ചെയ്തുകളെയും അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടുമെന്നൊക്കെ പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ അഴിമതിയാണ് നടക്കുന്നത്. BJPയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ അറിവും സമ്മതത്തോടെയും പങ്കാളിത്തത്തോടെയുമുള്ള അഴിമതി തന്നെയാണിത്. അതിൽ യാതൊരു സംശയവുമില്ല. അത് പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ ഏത് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യേണ്ടതാണ്. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്നുള്ള നിലയിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിജിലൻസ് അന്വേഷണം ഇപ്പോൾ തീരുമാനിച്ചത്. അത് മതിയായ ഒന്നല്ല എന്ന കാര്യം എല്ലാവരും കൂടി തീരുമാനിച്ചാൽ ഏത് അന്വേഷണം വരട്ടെ. അതാണ് ഏത് അന്വേഷണം അല്ലാതെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ അഴിമതിക്കാരൊന്നുമല്ല, അപ്പോൾ നടപടിയെടുത്തു അങ്ങനെ പറയുന്നില്ല. വിനോദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവൻ സുരക്ഷിതമാക്കുക എന്ന ഉത്തരവാദിത്വവും സംസ്ഥാന ഗവൺമെന്റിന്റെ മുമ്പിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അദ്ദേഹത്തിന്റെ ജീവന് സുരക്ഷ കൊടുക്കുക എന്നത് പോലും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്നത്രക്ക് പ്രതിസന്ധിക്കകത്ത് പാർട്ടി പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും അതിനകത്ത് എങ്ങനെ വിഭാഗീയത കളിക്കാം എന്നുകൂടെ വിചാരിക്കുന്ന നേതാക്കൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ജീവന് തന്നെ പ്രശ്നമുണ്ടാകും എന്നൊക്കെ പറയുന്നതിനെ പൂർണ്ണമായിട്ട് നിസ്സാരീകരിച്ച് തള്ളിക്കളയാവുന്ന അവസ്ഥ ഇപ്പോഴില്ല. എന്തുകൊണ്ടെന്നാൽ ഈ റിപ്പോർട്ടിനകത്ത് പരാതിയിൽ പരാമർശിക്കാത്ത ഒരു പേർ അന്വേഷണത്തിനിടയിൽ കടന്നു വന്നത് ശ്രീ MT രമേശിന്റെ പേരാണ്. ആയതിനാൽ അദ്ദേഹവുമായും ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ പരാമർശം തീർത്തും അടിസ്ഥാനരഹിതവും തള്ളിക്കളയാവുന്നതുമാണ് എന്നാണ് ശ്രീ MT രമേശ് പറഞ്ഞത്. കേരള മെഡിക്കൽ കോളേജിന്റെ ആവശ്യത്തിനായി 2 പ്രാവശ്യം ബന്ധപ്പെട്ടവർ തന്നെ സമീപിച്ചിരുന്നെങ്കിലും ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു എന്നുമാണ് മൊഴി. എന്നാൽ ഇത് അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമല്ലാത്തതിനാലും പരാതിയിൽ ഇങ്ങനെയൊരു പേര് പരാമർശിച്ചിട്ടില്ലാത്തതിനാലും ഈ വിഷയത്തിൽ ഒരു പരാമർശത്തിന് ഞങ്ങൾ മുതിരുന്നില്ല. പരാതിക്കാരനായ ഷാജിയുടെ മൊഴിയിൽ സൂചിപ്പിച്ച ശ്രീ സതീഷ് നായർക്ക് അങ്ങനെ ഒരു ഡീൽ ചെയ്യാൻ പ്രാപ്തനായിരുന്നു എന്നറിയാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പോകുന്നു. MT രമേശിനെ കുറ്റപ്പെടുത്തുന്ന ഒന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. MT രമേശിന്റെ പേരുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ താങ്കളുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ അദ്ദേഹത്തെ ഏതോ നിലക്ക് ഉപദ്രവിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഭാഗമായിട്ട്, ഈ അഴിമതിയുടെ ഭാഗമായിട്ട് MT രമേശിനെ കൂടെ പ്ലേസ് ചെയ്യുകയാണ്. ഇപ്പോൾ പുറത്തായിരിക്കുന്ന RS വിനോദ് എന്നെയും രമേശിനെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങനൊരു കാര്യം നടക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ അറിയുന്നിടത്തോളം MT രമേശ് ഏതായാലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തതായിട്ട്, പണം വാങ്ങിയതായിട്ട് ഇതിനകത്ത് കാണുന്നില്ല. അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ട് അന്വേഷണത്തിൽ നടക്കട്ടെ. പക്ഷേ ഇതുപോലൊരു അപകടം പിടിച്ച സാഹചര്യത്തിൽ നിങ്ങൾ അഴിമതി നടത്തുന്നു, ഈ പറയുന്നതിനെല്ലാം നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ പറയുന്നതെല്ലാം തള്ളിക്കളഞ്ഞ് കാശ് എങ്ങനെ കുമിച്ചു കൂട്ടാം എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്തെ ആളുകളെ, സ്വന്തം സഹപ്രവർത്തകരെ ഇല്ലായ്മ ചെയ്യാൻ വിഭാഗീയതയും ഗ്രൂപ്പുകളെയും നടത്തുകയും ചെയ്യുന്നു. എന്തൊരു വിചിത്രമായ പാർട്ടിയാണിത്. ഇവിടെ അധികാരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു നിങ്ങൾ? അല്ല, ഞങ്ങൾ ആരൊക്കെയാണ് ഇപ്പൊ സമ്പാദിച്ച് കൂട്ടിയത്? കാരണം കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ട് കൊല്ലം 3 എത്ര പൈസ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? ഭാരതീയ ജനതാ പാർട്ടിയിലെ ഏത് നേതാക്കന്മാരാണ് ഇപ്പൊ സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കിയിട്ടുള്ളത് അഴിമതി നടത്തിയിട്ട്? അത് കൂട്ടത്തിൽ പറയണം. ഞങ്ങളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ ഒന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേന്ദ്ര അന്വേഷണം വേണോ? അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി. CBI അന്വേഷിക്കണോ? പിണറായി വിജയൻ പറഞ്ഞാൽ മതി, അന്വേഷണം നടക്കും. ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനും എതിർപ്പില്ല, ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും എതിർപ്പുണ്ടാകില്ല. അത് നടക്കട്ടെ. വിജിലൻസ് അന്വേഷണം വേണോ? അത് നടക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, തെറ്റ് ചെയ്യാത്ത നേതാക്കന്മാരെ ചില ഇത്തരത്തിലുള്ള ദ്രോഹികളുടെ പട്ടികയിൽ ചേർത്തുകൊണ്ട് അത്തരത്തിലുള്ള നേതാക്കന്മാരെയും പ്രസ്ഥാനത്തിന് വേണ്ടി തോറ്റിട്ടും ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. ഞങ്ങൾ അധികാരത്തിന്റെ തണലിലല്ല കേരളത്തിൽ പാർട്ടിയെ പടുത്തുയർത്തിയിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനത്തിനകത്ത് കോമ്രേഡ്ഷിപ്പ് അല്ലെങ്കിൽ പരസ്പരമുള്ള അടുപ്പവും ഐക്യവും ഒക്കെ വലിയ ശക്തമായിരിക്കുമെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിങ്ങനെ തോറ്റ് പോകുന്നൊരിടത്ത് പ്രവർത്തിക്കുന്ന പാർട്ടിയായിട്ട് പോലും പരസ്പരം തമ്മിൽ തല്ലുന്ന ആളുകളായിട്ട് മാറിയത് എന്തുകൊണ്ടാണ്? മറ്റവനിട്ടൊരു പണി കൊടുത്തേക്കാം എന്ന് ഓരോരുത്തരും വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, തോറ്റു പോയിട്ടും ഒരാൾ അസംബ്ലിക്കകത്തും 7 ആൾ 2ാം സ്ഥാനത്തും 30,50,000 വോട്ടും വാങ്ങി വലിയ പാർട്ടിയായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് ഭാവിയിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള കസേര വരെ ചൂണ്ടിക്കാണിച്ചു പോയ ഒരു അഖിലേന്ത്യാ അധ്യക്ഷൻ പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ എന്റെ ചോദ്യത്തിന് പക്ഷേ താങ്കൾ മറുപടി നൽകില്ല. അതായത് അടുത്ത സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്ന ആളാണ്, അല്ലെങ്കിൽ ആലോചിക്കുന്ന ആളാണ് MT രമേശ്. അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ഈ പേര് അദ്ദേഹത്തിന്റെ തലയിലേക്ക് തട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. അത് എത്രത്തോളം സത്യമാണ്? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്?
അങ്ങനെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരാളും പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രവുമല്ല, ഏതോ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടു, പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പിസത്തിന്റെ ശൈലി ഉണ്ടാക്കി അവതരിപ്പിക്കുന്നത് ഞാൻ കേട്ടു. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് ജീവിച്ച് ഒരു സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കാൻ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുമ്പുമറയ്ക്കകത്തുള്ള ഒരു പ്രസ്ഥാനമൊന്നുമല്ല. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വ്യതിരിക്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും. ആ അഭിപ്രായം പറഞ്ഞൊരു പക്ഷേ ഞങ്ങൾ വഴക്കടിക്കും. അത് കഴിഞ്ഞ് അഭിപ്രായത്തിൽ സമന്വയം ഉണ്ടാകും. ഭൂരിപക്ഷ അഭിപ്രായം അംഗീകരിക്കപ്പെടും. അതൊക്കെ തന്നെയാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്. പക്ഷെ പ്രശ്നം അങ്ങനെ വി മുരളീധരൻ ഒരു പരാതി കൊടുത്തു എന്ന് പറയുകയും കോർ ഗ്രൂപ്പിൽ പോകുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഞങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ എവിടെയും പരാതി നൽകിയിട്ടില്ല. മെഡിക്കൽ കോളേജ് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുള്ള ശ്രീമാൻ സുരേന്ദ്രൻ ഒരു മീറ്റിംഗിൽ പോലും ഇത്തരം ഒരു ആകാംക്ഷ ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഒരു വഴക്കായിട്ട് താങ്കളുടെ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ വന്ന് സംസാരിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ പാർട്ടിയുടെ മാത്രം കാര്യമാണ്. ഈ പറയുന്ന എല്ലാം പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുക ഈ പേപ്പറുകൾ കയ്യിലുള്ളപ്പോൾ സാധ്യമേ അല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വരും ദിവസങ്ങളിലും ചർച്ച നടക്കും. ഇത് അഴിമതിയുണ്ട്, കോഴ വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് പുറത്താക്കിയിരിക്കുന്ന ഒരു നേതാവിനെ. ആ നേതാവിൽ നിൽക്കുമോ എന്ന ചോദ്യത്തിന് ഈ റിപ്പോർട്ടിനകത്ത് തന്നെ ഉത്തരവുള്ളത് അതേക്കാൾ ശക്തരായിട്ടുള്ള നേതാക്കൾ ഉണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടം കൊണ്ട് നിൽക്കുന്ന കാര്യമല്ല ഇത്. താങ്കളെത്ര സന്തോഷത്തോടെ ആ പാർട്ടിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും വലിയ തോതിലുള്ള ചർച്ചകളിലേക്ക് ഇത് വരും ദിവസങ്ങളിലും പോകും. വളരെ നന്ദി. എങ്കിലും ഞങ്ങളോടൊപ്പം വന്ന് ഇത്രയും നേരം സംസാരിച്ചതിന്. ഒപ്പം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ ഭരതരാജൻ, ശ്രീ NK പ്രേമേന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന് നന്ദി. പൊരുതി നേടിയ സന്തോഷത്തിൽ നഴ്സുമാർ. സംസ്ഥാനത്തെ നഴ്സിംഗ് സമരം ഒത്തുതീർപ്പായി. 50 കിടക്ക വരെയുള്ള ആശുപത്രികളിൽ കുറഞ്ഞ വേതനം 20,000 രൂപയാക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ തീരുമാനിച്ചതോടെയാണ് സമരം പിൻവലിച്ചത്. 50 കിടക്കകൾക്ക് മുകളിലുള്ള ആശുപത്രികളിലെ ശമ്പളം ഒരു മാസത്തിനകം തീരുമാനിക്കാൻ സമിതിയെ ചുമതലപ്പെടുത്തി. ട്രെയിനി നഴ്സുമാരുടെ ശമ്പളവും ഈ സമിതി തീരുമാനിക്കും. മുഖ്യമന്ത്രി നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം ഒത്തുതീർന്നത്. 50 കിടക്കകൾ വരെയുള്ള ആശുപത്രികളിൽ കുറഞ്ഞ വേതനം 20,000 രൂപയാക്കാൻ മിനിമം വേതനം തീരുമാനിക്കുന്ന അഡ്വൈസറി സമിതിക്ക് സർക്കാർ ശുപാർശ നൽകി. ഇതിന് മുകളിൽ കിടക്കകളുള്ള ആശുപത്രികളുടെ വേതനം ഒരു മാസത്തിനകം തീരുമാനിക്കും. ഇതിനായി സമിതിയെ നിയോഗിച്ചു. ട്രെയിനി നഴ്സുമാരുടെ കാര്യത്തിലും സമിതി തീരുമാനമെടുക്കും. നഴ്സുമാരെന്ന് പറയുന്നത് ഈ ഡോക്ടർമാരെ പോലെ തന്നെ MBBSന് അർഹത നേടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടുന്നവരാണ് സാധാരണ. ഒരു 4 വർഷം പഠനം കഴിഞ്ഞാണ് ഈ നഴ്സിംഗിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ സാധാരണ നിലക്ക് അവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക നില വേണമെന്ന് തന്നെയാണ് പൊതുവെ നമ്മുടെ രാജ്യം ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അതിനെ നമ്മൾ സ്വീകരിച്ചു. മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കാൻ തീരുമാനിച്ചതായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനും ഇന്ത്യൻ നഴ്സസ് അസോസിയേഷനും പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ വളരെ കൃത്യമായിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സമീപനം ഉണ്ടായിട്ടുള്ളത്. അത് വളരെ തുറന്ന മനസ്സോടുകൂടി തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ട്രെയിനിങ് സമ്പ്രദായത്തെ സംബന്ധിച്ചും ഒരു മാസത്തിനുള്ളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. സുപ്രീം കോടതിയുടെ നിർദ്ദേശം, അതായത് നഴ്സുമാരുടെ ഡിമാൻഡായ സുപ്രീം കോടതി നിർദ്ദേശം ഇവിടെ നടപ്പിലാക്കാമെന്നുള്ള ഒരു ഉറപ്പ് ഇന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇന്നു മുതൽ ഈ തീരുമാനം പ്രാബല്യമായിരിക്കുമെന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സമരം കൊണ്ടല്ല തീരുമാനം അംഗീകരിച്ചതെന്നും സർക്കാരിന്റെ നിർദ്ദേശം പാലിക്കുന്നതായും മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കി. കോടതിയിലേക്കില്ല. മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മളത് സമ്മതിക്കും. ഇപ്പൊ സമ്മതിച്ചു എന്ന് പറയുന്നില്ല, സമ്മതിക്കും. ആ പ്രൊസീജിയറിൽ വരണം. സർക്കാരിന്റെ ശുപാർശ വളരെയധികം അനുതാപത്തോടു കൂടി നമ്മൾ കാണുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സഹോദരിമാരോടും നമുക്ക് അനുകമ്പയും അനുതാപമൊക്കെ ഉണ്ട്. പക്ഷെ സമ്മർദ്ദതന്ത്രത്തിന് വഴങ്ങിയിട്ടല്ല, അതിൻ്റെതായ ശരിയായ പ്രൊസീജിയറിൽ വരുമ്പോൾ നമുക്ക് സമ്മതിച്ചേ പറ്റൂ. അതേസമയം വിജ്ഞാപനം നിലവിൽ വരാൻ 3 മാസമെങ്കിലും കാലതാമസമുണ്ടായേക്കും. സമരം വിജയത്തിലെത്തിച്ച നഴ്സുമാരെ VS അച്യുതാനന്ദൻ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിലെത്തി അഭിനന്ദിച്ചു. സന്തോഷവും ആവേശവുമായി ജനങ്ങൾക്ക് നാട്ടിൽ തീർക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സമരവിജയത്തെ തുടർന്ന് നഴ്സുമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തി.
ന്യൂസ് 18 തിരുവനന്തപുരം. നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെളിവ് നശിപ്പിച്ച കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി. ചരിത്രത്തിലെ ആദ്യ ക്വട്ടേഷൻ പീഡനശ്രമമാണിതെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വാദിച്ചു. തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകൻ രാംകുമാറിന്റെ വാദം. ജാമ്യാപേക്ഷ വിധി പറയുന്നതിനായി കോടതി മാറ്റിവെച്ചു. അങ്കമാലി കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ദിലീപ് നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ദിലീപിന്റെ അഭിഭാഷകൻ രാംകുമാറിന്റെ വാദം ഇങ്ങനെ: പ്രതി സുനിൽകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയതുകൊണ്ട് മാത്രം അത് കേസിലെ ഗൂഢാലോചനയാകില്ല. പോലീസ് പറയുന്ന ഗൂഢാലോചനകൾക്ക് തെളിവില്ല. ബ്ലാക്ക്മെയിലിന് പരാതി നൽകിയത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം. പൾസർ സുനിയുടെ കുറ്റസമ്മതം അംഗീകരിക്കാനാവുന്ന തെളിവല്ല. ദിലീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ വാദങ്ങൾക്ക് തെളിവില്ല. സുനിയും ദിലീപും തമ്മിൽ എന്താണ് സംസാരിച്ചതെന്നോ എന്തിനാണ് കണ്ടതെന്നോ തെളിയിക്കാൻ സാക്ഷികളില്ല. അന്വേഷണവുമായി എപ്പോൾ വേണമെങ്കിലും സഹകരിക്കാം. ദിലീപിന് പൂർത്തിയാക്കാൻ ഒട്ടേറെ സിനിമകളുണ്ടെന്നായിരുന്നു രാംകുമാറിന്റെ വാദം. എന്നാൽ നടിക്കെതിരായ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകൻ ദിലീപെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എല്ലാ പ്രതികളും വിരൽ ചൂണ്ടുന്നത് ദിലീപിലേക്കാണ്. പൾസർ സുനി 4 തവണ ദിലീപിനെ കാണുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു. ദിലീപിനെ കൂടുതൽ ചോദ്യം ചെയ്യണം, ഇതിനായി കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. സിനിമാ ജീവിതം തർക്കാൻ ചിലർ ഗൂഢാലോചന നടത്തുന്നുവെന്ന പരാതി നൽകിയതിന് പിന്നാലെയാണ് ദിലീപിനെതിരെ പോലീസ് തിരയുന്നതെന്ന് ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നടിയെ ആക്രമിക്കാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളൊന്നും റിമാൻഡ് റിപ്പോർട്ടിലില്ല. റിമാൻഡ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ ദിലീപിന്റെ ജീവനക്കാർക്കെതിരെ മാത്രമാണ്. ദിലീപിനെ മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഇനിയും ജയിലിൽ തുടരേണ്ട സാഹചര്യമില്ലെന്നുള്ള വാദങ്ങളാണ് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. പ്രൈം ഡിബേറ്റ് പൂർത്തിയാവുകയാണ്. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. കോഴക്കുരുക്കിൽ സംസ്ഥാനത്തെ ബിജെപി. മെഡിക്കൽ കോളേജ് അഴിമതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് വിജിലൻസ് ഡയറക്ടർ. ആരോപണം തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം നിർത്തുമെന്ന് രമേശ്. ഗൂഢാലോചനയെന്ന് RS വിനോദ് പാർട്ടിയിൽ നിന്ന് പുറത്ത്. മാലാഖമാർക്ക് നീതി. നഴ്സിംഗ് സമരം തീർന്നു. കുറഞ്ഞ വേതനം 20,000 രൂപ. ഒത്തുതീർപ്പ് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ. സുപ്രീംകോടതി ഉത്തരവ് പാലിക്കാൻ ധാരണ. രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതി. രാംനാഥിന് ലഭിച്ചത് 66.5% വോട്ട്. ഗോവയിലും ഗുജറാത്തിലും കോൺഗ്രസിന് വോട്ട് ചോർച്ച. വിവേചനരഹിതമായി പ്രവർത്തിക്കുമെന്ന് രാംനാഥ് കോവിന്ദ്. സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. പാർട്ടിക്കാരെല്ലാരെയും അറിയിച്ചു വരികയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ ഞാൻ എനിക്കതെല്ലാവരും എങ്ങനെയാണ് അറിഞ്ഞു വന്നത് ഞാൻ അറിയാത്തോണ്ട് ഞാൻ ഒരു കാര്യം പറയാം. എന്തെങ്കിലും ഒരു രീതിയിൽ വാർത്തയോ എന്തെങ്കിലും വന്നാൽ ഞാൻ ജീവിച്ചിരിക്കും. ആത്മഹത്യക്ക് ശ്രമിച്ച സ്ത്രീയുടെ സഹോദരനുമായുള്ള വിൻസെന്റ് MLAയുടെ സംഭാഷണം ന്യൂസ് 18. വിവരം പുറത്തുവന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് MLA. ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ കുടുംബ പ്രശ്നമെന്ന് മൊഴി നൽകാനും നിർദ്ദേശം. MLAക്കെതിരെ പീഡനത്തിന് കേസ്. വനിതാ ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയക്ക് 282 റൺസ് വിജയലക്ഷ്യം. ഹർമൻപ്രീത് കൌറിന് സെഞ്ചുറി. മഴ മൂലം മത്സരം 42 ഓവറാക്കി ചുരുക്കി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.